നശിച്ച നാട്ടിൽ ഏട്ടന്മാരുടെ മുമ്പിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാനാവില്ല. അവരുടെ കണ്ണെത്താത്ത ഒരിടത്തേക്ക് നമുക്ക് പോണം. വരില്ലേ? ഏട്ടന്മാരറിഞ്ഞ ആരും ഒന്നും അറിയില്ല. ഈ രാത്രി പുലരുമ്പോൾ നമ്മൾ മറ്റൊരിടത്തായിരിക്കും, ആർക്കും കണ്ടെത്താനാവാത്തൊരിടത്ത്. നിന്റെ മോളെ ഇങ്ങോട്ട് മാറോ. ഏണായി മണ്ഡലത്തിലെ ഞങ്ങളുടെ അനിയനത്തൊക്കെ വേണമല്ലേ നിനക്ക്? ഇവിടെയൊന്നും അവളില്ല. എന്താ? പ്രതികാരാഗ്നിയുടെ ചൂടിന് നിന്റെ ഈ ഹോമാഗ്നിയേക്കാൾ ശക്തിയുണ്ട്. നീ ഇപ്പോൾ വസിക്കുന്നത് കടമെടുത്ത മറ്റൊരാളുടെ ശരീരത്തിലാ. അവൾക്കൊരു മനസ്സുണ്ട്. ഈ ശരീരത്തിലിരുന്നു കൊണ്ട് നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ മോക്ഷത്തിനും ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും രക്ഷയ്ക്കും വേണ്ടി നിന്നെ ഞാനിതിലേക്ക് ആവാഹിക്കാൻ പോവാ. മോളെ അച്ഛാ മോളെ മോളെ നീ അവളെ എന്താ ചെയ്ത്? രുക്കോവിന്റെ ആത്മാവ് അവളുടെ ശരീരത്തിലുണ്ട്. എന്താ മോളെ? എന്ത് പറ്റിയതാ മോളെ? അയാള് അടിച്ചിറക്കണവനെ. തൊട്ടുപോര് തന്നെ, ഞങ്ങൾ പോയിക്കോളാം. പക്ഷെ എല്ലാരും ഒന്ന് കേട്ടോ, ഷേണായി മന്ദിരത്തിലെ രക്തദാഹിയായ രുക്കുവിനേക്കാൾ നിങ്ങൾ പേടിക്കേണ്ടത് ഇവനെയാ. ഇവനെ
അളിയനെന്താ ഇന്ന് വരുമെന്ന് പറയായിരുന്നേ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിൽ വരുമായിരുന്നല്ലോ. എന്റെ വരവ് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എങ്ങനെയുണ്ട് വെല്ലിച്ച? സുഖമായിട്ടിരിക്കണം. സുഖല്ലേ മാലതി? സുഖാണ്. ഹായ് അങ്കിൾ. ആ എവിടെ നിന്റെ ഫിയാൻസി ചന്ദന? അകത്തുണ്ട്. ഒരു അത്തേക്ക് പോ. വരൂ. ഓക്കെ. ഹായ്, ഹലോ ചന്ദന. വല്യമ്മ. അങ്കിൾ, അങ്കിൾ എന്ത് പറ്റി? അങ്കിൾ, 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 അങ്കിൾ. അങ്കിൾ എന്ത് പറ്റി? എന്താണെന്ന് അറിയില്ല. ആരും എന്റെ മുഖത്ത് പില്ലോ വെച്ച് അമർത്തിയ പോലെ. ആളെ കണ്ടില്ല. അങ്കിൾ സ്വപ്നം കണ്ടതായിരിക്കും. Yes, Virender, you are a daydreamer. Understand? മണ്ണാങ്കട്ട. ഇത് റിയൽ. Real? സ്വപ്നം കണ്ടൊന്നുമല്ല. Oh, സൂക്ഷിക്കണേ, ഇവിടെ ഭയങ്കര ബാധയുള്ള. yes. പേടിപ്പിക്കല്ലേ. എന്താ വല്യമ്മ? ഒന്നുമില്ല. ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ട പോലെ. നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണാം. ഒത്തിരി കാലായില്ലേ ഇവിടെയൊക്കെ കറങ്ങിയിട്ട്. വല്യമ്മ വാ വാ. അത് ശരിയാ. Virender, കുഞ്ഞു വിളിച്ചല്ലേ. Come on. അതെ, ആ പാലത്തോട്ടോടൊന്നും പോവല്ലേ. എന്തുവാടാ? കാലങ്ങൾ ഒരുപാടായി മനസ്സിൽ കൂട്ടിയും കിഴിച്ചും കൊണ്ടു നടന്ന കാര്യങ്ങളാണ് നാളെ സഫലമാകുന്നത്. തലമുറകൾ ദൂർത്തടിച്ചാലും തീരാത്ത കോടികളുടെ സ്വത്ത്. എല്ലാറ്റിനും പിന്നെ അവകാശി നീയാണ്. മൈ ഓൺലി സൺ. താലി കെട്ടിക്കഴിഞ്ഞാൽ ഏറിയാൽ ഒരാഴ്ച, പിന്നെ ചന്ദ്രയോടെ ചാപ്റ്റർ ക്ലോസ്. ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു കയ്യബദ്ധം, പിന്നെ ചന്ദ്രൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അമേരിക്കയിൽ എൻ്റെ കുഞ്ഞുമായി കാത്തിരിക്കുന്ന എലിസയോട് ഞാൻ എന്ത് സമാധാനം പറയും? ഒന്നിനും ഒരു സംശയവും തോന്നരുത്. അണ്ടർസ്റ്റാൻഡ്? കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അച്ഛൻ സമാധാനമായിട്ടിരിക്കെ. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ഗുഡ് നൈറ്റ്.